ഹായ് മണി ഫസ്റ്റ്. ரேவந்த் ஹாய். நான் ராஜா. ஹாய். சாப்பிட்டீங்களா? சாப்பிட்டீங்க. நீங்கள் சாப்பிட்டீங்களா? கிருஷ்ணமூர்த்தி ஹாய். அனி ஹாய். சாப்பிட்டீங்க? சாப்பாடு சாப்பிட்டீங்க? நீங்கள் என்ன சாப்பிட்டீங்க? சண்டே என்ன சாப்பிட்டீங்க? Velu, Gauri, I want my sweet smile, please. Okay? എന്താണ് പിന്നെ വിശേഷം? ഫാൻ ഇട്ടാലോ? ഒരു മിനിറ്റ്, ഫാൻ ഇട്ടേ. ഓക്കെ, ഫാൻ ഇട്ടു. ഹാപ്പി സൺഡേ സിസ്റ്റർ, ഹാപ്പി സൺഡേ. അപ്പോഴേ ഫാന് കാറ്റൊന്നും വരില്ല, എന്നാലും കുഴപ്പമില്ല. பசங்க இங்கே 2 ஆள் விளையாட போயிட்டாங்க, ஒரு ஆள் தூங்கிட்டு இருக்கிறாங்க. மணி. சந்துரு ஹாய். ராமகுமார் ஹாய். பாண்டியன் என்ன ஸ்பெஷல் சிஸ்டர்? ஸ்பெஷலி சிக்கன். വാവ്. ഓക്കെ. ഗുഡ് ആഫ്റ്റർനൂൺ അനിത മോളെ. ഗുഡ് ആഫ്റ്റർനൂൺ രാജേട്ടാ. സ്പെഷ്യൽ നൈറ്റാണ് കേട്ടോ. என்ன லஞ்சு? தயிர் சாப்பாடு. டுடே லுக்கிங் ஸோ பியூட்டிஃபுல். நைட்டு தான் ஏதோ பண்ணணும். என்ன ஸ்பெஷல் சிஸ்டர்? சாரி சூப்பர். தேங்க்யூ தேங்க்யூ. நல்லா இருக்குதுல்ல ടുഡേ സാരി അടിപൊളിപ്പാ. താങ്ക്യൂ താങ്ക്യൂ. ഇനി ഞാൻ മധ്യാഹ്നം സാരി കട്ടലാണ്ടിരിക്കുക. രാജേഷ് ചേട്ടാ ഹായ്. എന്താ സാരിയിൽ നിങ്ങൾ സുന്ദരിയാണല്ലേ. താങ്ക് യു ഏട്ടാ. ദിനേഷ് ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. നമസ്തേ നമസ്തേ. വണക്കം സുരേഷ് ഏട്ടാ. ലവ് യു സോ ക്യൂട്ട് ബേബി. ഡള്ള ഞാനില്ല. ശരത്തേട്ടാ എന്ത് പറ്റിയേട്ടാ? കരയുന്നു. സെന്തിൽ സാരി സൂപ്പർ. താങ്ക് യു. ഓൺലി തെലുങ്ക്. தெரியாது. വെങ്കടേഷ് ഹാപ്പി ഹോളി. ഹാപ്പി ഹോളി. പിടിച്ചിട്ട്. മണിമാരൻ ഹായ്. സുരേഷ്. ലക്ഷ്മണൻ ഹായ്. ഹൗ ആർ യു? സാപ്പിട്ടാ? സാപ്പിട്ടീங்க. മഹേഷ് ഹായ്. ഗുഡ് മോർണിംഗ്. വരുന്ന മോളെ കഴിച്ചോ? കഴിച്ചു കേട്ടാ. ഷ്രഫ് ഹായ്. അടിപൊളി. കനകരാജ് ഹായ്. ഉമേഷ് യു ലവ് മീ പ്ലീസ് ബിലീവ് മീ ഡാർലിംഗ്. സുരേഷ് ഏട്ടാ നമസ്കാരം. ചക്രവർത്തി ഹായ്. അനിക്കുട്ടി ഹൗ ആർ യു? ഫൈൻ. രാകേഷ് ഒരു സാരി പണ്ണ കിടക്കുമാ സാരി ഓർഡർ പണ്ണ കിടക്കുന്ന സാരിന്റെ പരസ്യമല്ല, പരസ്യം. ഗുഡ് ആഫ്റ്റർനൂൺ അനിതാമണി. സെന്തിൽ കുമാർ ഹായ്. സാരി സൂപ്പർ ക്യൂട്ട് ആണ് ഡാർലിംഗ്. താങ്ക് യു. രാജു രാജേഷ് ഹായ്. മുഹമ്മദ് ഹായ്. ശരത്ത് ഞാന് പിണക്കമാണ്. എന്തിന് പിണങ്ങുന്നത് ശരത്തേട്ടാ? തൊട്ടടുത്ത് വീട്ടിൽ തമിഴ് കയ്യിലുണ്ടോ എന്താ പറയുക എനിക്ക് മനസ്സിലായില്ല. ഐ ജയേട്ടാ നമസ്കാരം. പ്രഭു വൗസ് സാരി സൂപ്പർ. താങ്ക് യു ജയേട്ടാ. ഭക്ഷണം കഴിച്ചേട്ടാ? രമേശ് ഹായ്. അടിപൊളി. അഷ്ടപ്പെട്ട. താങ്ക് യു ഏട്ടാ. രമേശ് ശങ്കർ സന്തോഷ് കഴിച്ചു. മണികൃഷ്ണൻ ഷക്കീർ ഏട്ടാ. ചെന്തിൽ ഗ്രീൻ സാരി നാളേക്ക്. ചക്കരക്കുട്ടിക്ക് നമസ്കാരം. നമസ്കാരം ഏട്ടാ. സാരി. രാഹുൽ ഹായ് ചേച്ചി. സുനിൽ ഹായ്. അനിത ഹായ്.
ശിവദുർഗ ഓയ് ചെല്ലം ഹായ് അടിപൊളി താങ്ക് യു അനി ഡാർലിംഗ് ഒരു ഡാർലിംഗ് എന്തോ പറയുന്നു ചന്ദ്രു സാരി സൂപ്പർ താങ്ക് യു നമസ്കാരം നമസ്കാരം അച്ചു സാരി സൂപ്പർ താങ്ക് യു താങ്ക് യു എന്താ സ്പെഷ്യൽ സന്തോഷ് സാപ്പാട് മോളിപ്പോൾ എവിടെയാ രാജു ഞാൻ വീട്ടിലാണ് രാജു ഏട്ടാ സാരി സൂപ്പർ താങ്ക് യു താങ്ക് യു താങ്ക് യു കഴിച്ചു എന്ത് കുട്ടി ഇജ്ജ് കഴിച്ചോ ഞാൻ കഴിച്ചു ഏട്ടാ തയ്ച്ചോറ് വെച്ചു സാരി സൂപ്പർ താങ്ക് യു സാരി സൂപ്പർ ഓക്കെ ഉച്ചയ്ക്ക് എന്താണ് ഫുഡ് ഞാൻ ഉച്ചയ്ക്ക് തൈരിച്ചോറ് കഴിച്ചു വൈകുന്നേരത്ത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്നുള്ളൊരു പ്ലാൻ യെസ് ലൈവ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചു വന്നത് എല്ലാം വായിച്ചിട്ട് പറയട്ടെ വന്നത് എല്ലാം എന്താ പറയുന്നത് എനിക്ക് മനസ്സിലാകണ്ട ഒന്നുകൂടി വായിക്കട്ടെ കേട്ടോ സൂപ്പർ നല്ലതാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു താങ്ക് യു സൂപ്പർ വോയിസ് താങ്ക് യു അച്ചു അച്ചു ആണോ അച്ഛൻ്റെ അല്ലേ പ്രൊഫൈൽ ഫോട്ടോ മാറ്റിയില്ലേ ഹോസ്പിറ്റലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ജയേട്ടൻ എങ്ങനെയുണ്ട് ഇപ്പോൾ ഇന്നലെ രാത്രി പെട്ടെന്ന് നെറ്റിപ്പോയി അത് കാരണം കാണാൻ പറ്റിയില്ല മോളെ ഓക്കെ രാജു കലൈ സെൽവൻ ഗുഡ് ആഫ്റ്റർനൂൺ അനിത എത്ര പേരിനെ ഞാൻ ബ്ലോക്ക് ചെയ്യണം അഷ്റഫ് ഹായ് അടിപൊളി താങ്ക് യു ഏട്ടാ താങ്ക് യു അഷ്റഫ് ഏട്ടാ ഹായ് ഗുഡ് ആഫ്റ്റർനൂൺ ഡിയർ ഓക്കെ ഹായ് ചെയ്യും അണ്ണാമലക്കാണോ എനിക്കിവിടെ വോട്ടില്ല മോൻ്റെ ഫോട്ടോ നോക്കി DP ഓക്കെ സൂപ്പർ സുരേഷ് കണ്ണു തട്ടുമില്ലെങ്കിലേ സനിൽകുമാർ ചോറ് കഴിച്ചു ചന്ദ്ര ഹലോ ചോറ് കഴിച്ചു കുമാർ നമസ്കാരം ജയപ്രോ മൊത്തത്തില് രാജ് നമസ്കാരം രാജകുമാരി ആയിട്ടുണ്ടല്ലോ പിന്നെ ഒന്ന് ചിരിക്കും മോളെ ചിരിച്ചു കേട്ടോ രാജു ഏട്ടാ ചിരിച്ചു ഇത്ര നേരം ചിരിക്കുകയായിരുന്നല്ലോ ഞാൻ ഹാപ്പി ഹോളി ഹാപ്പി പിന്നെന്താ ലവ് യു ബേബി ഹാപ്പി സത്യം പിന്നെ സുരേഷ് കുമാർ ഹായ് ലവ് സാമി വെരി ബ്യൂട്ടിഫുൾ ആൻഡ് സോ ഷാഡ് ജെറിൻ തോമസ് RC രാജ് ഹൗ ഈസ് യുവർ ഡേ ഹാർഡ് ലഞ്ച് നോൺ ഇല്ല തൈര് സാപ്പാട് സോ നൈറ്റ് ബിരിയാണി ചിക്കൻ ബിരിയാണി രാജൻ ചിരി കാണാൻ എന്ത് ഭംഗിയാണ് ഞാൻ ലൈവ് തീരുന്നുണ്ട് നോക്കിയിരിക്കും ഫുഡ് ചോറ് കഴിച്ചു എല്ലാവരോടും അണ്ണാമലയ്ക്ക് വോട്ട് ചെയ്യാൻ പറയണം കേട്ടോ സുരേഷ് ഏട്ടാ അതെങ്ങനെ ശരിയാവും കേട്ടോ അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ അതൊക്കെ അവരവരുടെ ഇഷ്ടമാണ് ആർക്ക് ചെയ്യണം ആർക്ക് ചെയ്യണ്ടെന്നൊന്നും നമ്മളങ്ങനെ പറയാൻ പാടില്ല കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുന്നുണ്ട് ഓക്കെ
ഇനു രാജ് ഹായ് സിസ്റ്റർ, സാരി അടിപൊളി. താങ്ക് യു കമലേട്ടാ. സുഖല്ലേട്ടാ? എന്താണ് പിന്നെ വിശേഷം? സുഖല്ലേ? ശരിക്കും എന്നിട്ടില്ല കേട്ടോ, സാരി കുറച്ച് റോസ് ഡ്രസ്സ് നല്ല ഭംഗിയുണ്ട്. താങ്ക് യു. ഹായ് ഗഫൂർ ഭായ്, നമസ്കാരം. എക്സാമിൻ്റെ കാര്യമാണോ? ഇല്ല, ഈ ആഴ്ചയും കൂടെ കഴിയുന്ന തോന്നുന്നത്. ശിലു ചേട്ടൻ പോയിട്ടുണ്ടോ? ഇവിടെ ഇല്ല കേട്ടോ. സാരി അടിപൊളി. ഓക്കെ, താങ്ക് യു. ശങ്കർ ഐ ലവ് യു ബ്യൂട്ടി ജി. ഇപ്പോൾ ചൂടല്ലേ ചിക്കൻ ബിരിയാണി? അതെ, അവർക്ക് അത് ഇഷ്ടം, അതുകൊണ്ട് അത് വാങ്ങുന്നു. റിയലി ബ്യൂട്ടിഫുൾ സാരി, ബ്യൂട്ടിഫുൾ. താങ്ക് യു രാജ്. അത് കുട്ടിക്ക് വിവരം വെച്ചു തുടങ്ങിയപ്പോൾ. ശിവകുമാർ ഐ ലവ് യു. എന്താ അങ്ങനെ പറഞ്ഞേട്ടാ? സോറി, സൂപ്പർ. ഓക്കെ, പനിയായിരുന്നു പനിയായിരുന്നു അല്ലേ? 2 ദിവസം വന്നില്ല കമൽ വിജയൻ വേട്ടൻ? അതെ, പനിയായിരുന്നോ? ശരി ശരി. செந்தில்குமார் ஹாய் அனி, உன்னை சொல்லுங்கம்மா. என்ன சொல்கிறாங்க? ഞാൻ മിണ്ടില്ല ജേട്ടാ. ഗുരു സുരേഷ് കേശവൻ, ഇന്നു എന്താ സ്പെഷ്യൽ? ഇന്ന് ഞാൻ തൈച്ചോറ കഴിച്ചത്. രാത്രി ചിക്കൻ ബിരിയാണി അല്ലോട്ടിരിക്കട്ടെ, ചിക്കൻ ബിരിയാണി കഴിക്കാമെന്നൊരു ആഗ്രഹമുണ്ട്. ഇയാള് ജലദോഷം മാറിയോ? കുഴപ്പമില്ലാതെ പോകുന്നു. ഭർത്താവ് എന്ത് ചെയ്യുന്നു? വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഞായറാഴ്ച ഒരു ചെറിയൊരു ഫംഗ്ഷൻ ഉണ്ട് തോന്നുന്നു, അതിന് പോയതാ. എന്താ ഇതിനൊക്കെ പിച്ച് എത്ര ഉണ്ടായിരുന്നു? നിറയെ ഉണ്ടായിരുന്നു. പേപ്പറുകളൊക്കെ ചീന്തി ഇട്ടിട്ട് നല്ല ഡയറി ആയിരുന്നു 2019. എൻ്റെ കുട്ടീസുകളുടെ ഒരു കാര്യം. സാരി പുതിയതാണ്? അല്ല ഏട്ടാ, പഴയ സാരിയാണ് ഏട്ടാ. അനു ആശംസകളോ? അവസാന തിരുനാൾ ആശംസകൾ. താങ്ക് യു. കോയ് ജെ പി ഏട്ടാ, എന്താണ് മെസ്സേജ് ഒന്നും കാണാത്തത്? കാണാൻ മനഃപൂർവ്വം വായിക്കാത്തതുകൊണ്ടല്ലേ? കാണുന്നില്ല ഏട്ടാ. എവിടെയായിരുന്നു ഇത്ര ദിവസം? ഹൗ യു സെലിബ്രേറ്റ് ഹോളി ഇൻ കേരള? ആഹാ, കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യാനും? ഒരാൾ ഉറങ്ങുന്നു, 2 പേര് കളിക്കാൻ പോയി. കുഞ്ഞുവാവേ എവിടെയാടാ അനിക്കുട്ടി? അയ്യോ, ഒന്നും പറയണ്ട, ഉറങ്ങി. ഉറങ്ങുകയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. എന്നിട്ട് പിന്നെ ഒരു പാവപ്പെട്ടവൻ ഇതിലേ പോകുന്നുണ്ട്, ആരെങ്കിലും കാണുന്നുണ്ടോ? അതെന്താ പാവപ്പെട്ടവൻ? എല്ലാവരും പാവങ്ങളാണ് ഏട്ടാ. രാധേട്ടാ, എല്ലാ മനുഷ്യന്മാരും പാവങ്ങളാണ്. സാഹചര്യം അനുസരിച്ചിട്ട് ഓരോത് മാറുമ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടമാകാത്തതും ഒക്കെ ആകുകയാണ്. എല്ലാവരും പാവങ്ങളാണ്, സാഹചര്യമാണ് മാറ്റുന്നത്. ഓക്കെ ഏട്ടാ, എല്ലാവരും എനിക്ക് ഒരേപോലെയാണ്. ഇൻ സെലിബ്രേറ്റിംഗ് ദ ഈവനിങ്? ഇല്ല, നമ്മളെ മെയിൻറ്റ് ചെയ്യുന്നില്ല ജയേട്ടാ. ആര് പറഞ്ഞു? ഞാൻ മെയിൻറ്റ് ചെയ്യുന്നുണ്ട്. റാംമൂർത്തി, ലുക്കിംഗ് ലൈക്ക് വെരി സ്മാർട്ട്. താങ്ക് യു. ഇന്ന് വരാൻ വൈകിയോ? 2 മണി മുതൽ കാത്തിരിക്കുകയാണ് അല്ലേ? ഹായ് രാധേട്ടാ. ഹായ്, ഞാൻ വരുന്നുണ്ട്, നീ കാണാനിട്ടാണ്. പിന്നെ മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കേ, അപ്പോൾ ഞാൻ വായിക്കൊണ്ടേയിരിക്കും. പ്രദീപ അമ്മ ഹായ് അനിത, ഗുഡ് ആഫ്റ്റർനൂൺ. ഭക്ഷണം കഴിച്ചാ? എന്നിട്ട് ജയേട്ട കഴിച്ചാ? ജെ പി ഏട്ടൻ കഴിച്ചോ? പ്രദീപ്, ഗഫൂറിൻ്റെ നോമ്പാണോ? എന്താണ്? ടുമാറോ ബിഗ് സെലിബ്രേഷൻ മഹാരാഷ്ട്ര ഫുൾ ഡേ. ആഹാ, ശരി. ഓക്കെ, സൂപ്പർ, എൻജോയ്. ഹാപ്പി സൺഡേ ടു യു. കുഞ്ഞുങ്ങൾ വെയിലത്ത് കളിക്കാണ്, നല്ല വെയിലാണ്, എന്ത് ചെയ്യാൻ? പറഞ്ഞാൽ കേൾക്കില്ല, 2 പേരും പോയതാണ്. യു ആൾസോ ലുക്കിംഗ് ബ്യൂട്ടിഫുൾ. ബെസ്റ്റ് കംപ്ലിമെൻറ്റാ. അതിന് കഴിച്ചോ? ഞാൻ കഴിച്ചു കേട്ടാ, കഴിച്ചു. സാരി സൂപ്പറാണ് എന്നൊരു സംശയം.
സൂപ്പർ സൂപ്പർ. ഓക്കെ സുരേഷ് ഏട്ടാ, സഞ്ജീവ് സൂപ്പർ പൊട്ട്. സുഖമാണോ? സുഖമായിരിക്കുന്നു കണ്ണേട്ടാ. പിന്നെ എന്താണ് ഞായറാഴ്ച ആയിട്ട് എന്താണ് എല്ലാവർക്കും സ്പെഷ്യൽ? എന്താണ് പറയും പാണ്ഡ്യൻ? ഹാപ്പി സൺഡേ ടു യു. പറയും. നമ്മളെ പാവങ്ങളല്ലേ രാധേട്ടാ. കമ്മൽ നല്ല ഭംഗിയുണ്ട് ശരി കേട്ടാ. താങ്ക് യു കേട്ടാ, താങ്ക് യു. എവിടെ പോയി? മണി പോയാ? മണി പോയോ? ജയേട്ടന്റെ മെസ്സേജ് കാണുന്നില്ല. ജയേട്ടൻ പോയാ? ഹാപ്പി സൺഡേ രാജേഷ് ഏട്ടാ. പാണ്ഡ്യൻ എനിക്ക് തമിഴ് പഠിക്ക தெரியாது. അനുക്കുട്ടിയുടെ പോരാളികളാണ് കളിക്കാൻ പോയവർ. അതേട്ടാ. സഞ്ജീവ് സൂപ്പർ. അതെല്ലേ. ഹായ് ജയൻഗോപി ഏട്ടാ, എന്താണ് നാട്ടിലെത്തുന്നത്? എന്നാണ് നാട്ടിലെത്തുന്നത്? എൻ്റെ മകൻ മറ്റന്നാളെത്തും. മോള് മുടി വെപ്പു മുടിയാണോ? അതാ എന്താ ഏട്ടാ പറയണത്? വെപ്പു മുടി എന്നൊക്കെ പറയണത്. ഷോ അയ്യ. ആകെ ഒരു ഭംഗിന്ന് പറയുന്നത് ഇതിനോണ്ട് ഒരു കുറച്ചുള്ള മുടിയാണ്. എന്തായാലും വെപ്പ് വെച്ചിട്ട് മുടി വരികയാണെങ്കിൽ പിന്നെ എനിക്ക് എന്താ ഒരുങ്ങണായിട്ട് വരുന്നതിന്. എത്ര കടം കൊണ്ട് ചോദിച്ചോണ്ടിരിക്കുന്നു. കടത്തിന് മറുപടി കൊടുക്കും. ഇന്ന് നല്ല ക്ലിയർ ഉണ്ട്. ആണല്ലേ? ക്ലിയർ ആയിട്ടുണ്ട് അല്ലേ? അതല്ലേ സൂര്യപ്രകാശം അവിടെ, പിന്നെ ക്യാമറ ഇങ്ങോട്ട്, അങ്ങനെ ആയതുകൊണ്ടായിരിക്കാം. முடி சூப்பர், தேங்க்யூ. நான் இங்கே தான் இருக்கப்பா. எதுவும் பேச மாட்டேங்கிறேங்கப்பா. അനിതയ്ക്ക് എന്തിനാ സിന്ദൂരം കൺമണിയൊക്കെ? വൈദൂര്യം വളയം വെക്കാൻ. അതെ അല്ലേ. രണ്ടുപേരും അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു. രണ്ടുപേരും അമ്പലത്തിൽ പോയി കല്യാണം കഴിച്ചു. ആരാ അത്? ചിലുവേട്ടാ അഴുതിട്ട് വരാന്ന്. അഴുതിട്ട് വരാന്ന്. ചാണോ ചാണു 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 ஏன்டா அழுகுற? എന്താ അழுகுனது? എന്താണ്? എതുക്ക് അழுகுற? ദേ മണി അടിച്ചനാ? മണി ട്യൂഷനില് അടിച്ചിട്ടാ? നീ അടിച്ചിരിക്കും അല്ലേ പറ? നീ അടിച്ചിരിക്കും. അവൻ നല്ല പയ്യനാണെന്ന് എനിക്കറിയില്ലേ പറ? சரி போட்ட சாரில்ல. ரெண்டு பேரும் குறும்பு பண்ணியிருப்பாங்க. நீ அடிச்சிருக்கும். உன் ஃபேஸ் பார்த்தாலே தெரியுது எனக்கு. நீ அடிச்சனா? ஃபர்ஸ்ட் நீ அடிச்சனா? முதுகில அடிச்சிட்டுச்சுனா? நீ எங்க அடிச்ச? கண்ணத்துல? சரி நீ எங்க அடிச்ச அவனை? பொய் சொல்லாது சனக்கு. அவன் குறும்பே பண்ண மாட்டான். சரி நான் பேசிக்கிறேன். சாயந்தரம் வந்துட்டு டியூஷன் டீச்சருக்கு சொல்லி நான் பேசிக்கிறேன். சரியா? ஆளுகாத. மணி எங்கே? அப்படியா? சரி அவன் அடிச்சுட்டு வரட்டும். வா செல்ல குட்டி, வா வா. சரி சரி வா. സോറി. എന്താ അവിടെ പ്രശ്നം? അവിടെ നടുക്കുട്ടി എന്താ പറയാ അടിയായി തോന്നുന്നു. ടൊമാറ്റേ പ്രശ്നം തീർത്തതാണ്. പിള്ളേങ്ങ എന്താ എപ്പിടി താ സൺഡേ தான். சாரிட்டா.
അവനെ സമാധാനപ്പെടുത്തലാണ് വാഴുന്നിട്ടേ ആണ്. അതാ കളിക്കാൻ പോയതാണ്, കളിക്കുന്ന അവിടെ നിന്ന് എന്താണ് അടി മേടിച്ചിട്ട് വന്നു. പക്ഷെ കൂട്ടുകാരനാണേ, ട്യൂഷൻ ക്ലാസ്സിലെ ഫ്രണ്ടൊക്കെയാണ്. അമ്പിളിക്കുട്ടിയുടെ അടുത്ത് പോവാനാണോ കുട്ടി? ഇല്ല ചേട്ടാ, വൈകുന്നേരത്ത് ട്യൂഷന് പോകുമ്പോ ട്യൂഷൻ ക്ലാസ്സിലൊരു കുട്ടിയായിട്ടാണ് അടി. സമാധാനപ്പെടുത്തി. അതിന് കിച്ചൺ ഒന്ന് കാണിക്കാമോ? പറ്റുമെങ്കിൽ മതി. ഇപ്പൊ കൊഞ്ചം കുഴപ്പമില്ല, എന്നാലും കൂടെ ഇനി ഒരു ദിവസം. ഞങ്ങൾ ഇടപെടണോ? വേണ്ട ചേച്ചിയേട്ടാ. വരട്ടവൻ വന്ന് കിടന്നുറങ്ങട്ടെ. ഈ നേരത്തൊക്കെ അവൻ ഉറങ്ങണതാണ്. പിന്നെ ബിജു മോനേട്ടാ ഹായ്. ഹായ്. കോൾഡ് ഈസ് സ്റ്റിൽ ദർ, വോയിസ് ചേഞ്ച്ഡ്. കൊഞ്ചം. ഉദയകുമാർ ഹായ്. ജലദോഷം കൊണ്ടാ, തിക്കായിട്ടുണ്ടല്ലേ, ഹാർഡായിട്ടുണ്ട്. എന്നിട്ട് ഇന്നെന്താണ് ജയേട്ടാ ഫുഡ് എന്താണ് ഏട്ടാ? ഞാൻ തൈര് ചോറ കഴിച്ചത് രാവിലെ. വൈകുന്നേരത്ത് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാന്ന് പറഞ്ഞിട്ട്. ഹായ് സൂപ്പർ മാഡം ഹായ്. ചിലപ്പോൾ അവിടെ സാധനം കടന്നു നോക്കണം കേട്ടോ. പെസാമ തൂങ്ങി എന്തരിച്ച് അപ്പുറം കടക്ക് പോലാ. சரியா? படுத்துக்கோ. ആണോ? കമൽ വിജയമേട്ടാ. രമേശ് സൂപ്പർ. മണി കോൾഡ് ഇപ്പോൾ എപ്പിടി ഇരിക്കപ്പാ? പരവായില്ല, കൊഞ്ചം പരവായില്ല. ആകെ കുളമായി കിടക്കുമായിരിക്കും. ഇല്ല ഏട്ടാ, അങ്ങനെ കുളമായിട്ടൊന്നുമില്ല. അവിടെ പാത്രം അങ്ങനെ ഞാൻ കുളമൊക്കെ ഇട്ടൊന്നുമില്ല. എന്താ പറയണ? ഞാന് ലെമൺ റൈസ് പാ. അതെ അതെ ഏട്ടാ, അങ്ങനെ തന്നെ. കുരുമുളക് പൊട്ടും, പെപ്പർ നിൽക്കും. ഞാൻ പോയി ഇടയ്ക്ക് പോകണം കേട്ടാ. തരാം ഏട്ടാ. ആരാ ചോദിക്കുന്നത്? JP ഏട്ടൻ. തരാം ഏട്ടാ. ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ തരാം ഏട്ടാ. അനുവിനെ കുറച്ച് എല്ലാം അറിയാം, വീടിനെ പറ്റിയൊന്നും അറിയില്ല. ഭ്രാന്തൻ വഴിയോരം. അനിൽകുമാർ ഹായ്. കൊള്ളാം. മുട്ട വെച്ച് വേണോ ചോദിക്കുന്നു.
എവിടെ പോണ്? ഇവിടെ നിൽക്കേ കറുത്ത് പോട്ടാ, ഉള്ള ഗ്ലാമർ പോവും. 3 പ്രാവശ്യം കുളിക്കും രണ്ടാമത്തെ കുട്ടി കളറാകാൻ വേണ്ടിയിട്ട്. നോ, കുക്കറിൽ 2 വിസിൽ. ദം ബിരിയാണി എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല, എനിക്കറിയില്ല. രാജ് ഗോവിന്ദരാജ്. ഈ ഡ്രസ്സ് എന്തത്? ഹായ് ദിനീഷ് ചേട്ടാ. അതിനെന്താ മെസ്സേജ് വായിക്കാൻ പോകുന്നത്, വായിച്ചു പോകുന്നത്? ഒന്നുമില്ലേട്ടാ, പറയാട്ടാ. കുറച്ചെങ്ങനെ സമാധാനമായിട്ട് ഇരിക്കട്ടെ. വേണ്ട, മെസ്സേജ് വായിക്കുന്നില്ല. ഇപ്പൊ വായിച്ചു. ഗഫ്രോട്ട മെസ്സേജ് വായിക്കുന്നുണ്ട്, കണ്ടോ? ഞാൻ വായിക്കുന്നതായിരിക്കും. എന്താണ്? ഫ്രൈ ചിക്കൻ കറി വിത്ത് ചപ്പാത്തി ആൻഡ് റൈസ്. ആഹാ. സുരേഷ് ഫിറോസിൽ ഞാൻ പോയി ചേച്ചി. അനിൽകുമാറേട്ട എവിടേക്ക് പോകുന്നു? ഇരിക്കേട്ടാ. സെൽവരാജ് ഗുഡ് ആഫ്റ്റർനൂൺ. തമിഴ് നന്നായി തമിഴ് സംസാരിക്കുന്നത് കേട്ടാൽ തമിഴ്ത്തിയാണ് എന്ന് തോന്നിപ്പോ. ചോദിക്കുന്നത് മറുപടി പറഞ്ഞു ഞാന്. കമൽ വിജയമേട്ടാ, റോബി. யூடியூப்ல சர்ச் பண்ணுறீங்க மகாராஷ்டிரா ஸ்டைல் சிக்கன் கறி. സുഖമല്ലേ അനു? സുഖമായിരിക്കുന്നു ഏട്ടാ. കമലേട്ടാ സുഖം. ഹൗ ആർ യു? ഫൈൻ. ആണോ രാധേട്ടാ? ശിവപ്രസാദ് ഹായ് മോളു. വിനീഷ് കുമാർ സലാം. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല. എന്താണ് ചോദിച്ചത്? സൗണ്ട് കുറവായി ഇരിക്കുപ്പാ. ചുമ വരാതിരിക്കണ്ടേ വേണ്ടിട്ടാണ്. മണി ഡൈജ് ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് കാണാൻ വേണ്ടി. അപ്പോ ഇപ്പൊ ഉണ്ടാക്കണില്ല. പാലക്കാട് ഒറ്റപ്പാലത്തിന്റെ അടുത്താണോ? ആ ഇല്ല കേട്ടാ, മലമ്പുഴ. ഇന്ന് കാണാൻ സുന്ദരിയാണ് കേട്ടോ. ഭക്ഷണം കഴിച്ചു കേട്ടാ. സാപ്പ് കേട്ടാ. സ്ലീപ്പ് രാജ്. കുമാർ ബാബു ഗുഡ് നെയിം. അനിത കന്യാകുമാരി. ഓ വന്നിട്ടുണ്ട്. പനി കുറവില്ലേ? ചുമ ശരിയാവും. എന്താണ് പണക്കൊക്കെ മാറിയാ വിനീഷേട്ടൻ്റെ? ഇനി ഒരാളും കൂടി ഉണ്ടല്ലോ പണങ്ങിയത്. ജരിൻ ഏട്ടൻ എവിടെ പോയി? ഇനി എന്നെ കേരളത്തിലേക്ക് ഒന്ന് വരുന്നേ. വരൂ ഏട്ടാ. ജെ പി ഏട്ടൻ ഇപ്പൊ എവിടെ? കേരളത്തിലാണോ? എവിടെയാണ്? സുബ്രഹ്മണ്യൻ നൈസ് മാഡം. ഓക്കെ. ഇലക്ഷൻ ആര് വിന്നാകും? അറിയില്ല ഏട്ടാ, അതിനെ കുറിച്ചൊന്നും എനിക്ക് അറിയില്ല ഏട്ടാ. സോറി, ഇതൊരു നേരം പോക്ക് ലൈവാണ്. ശങ്കർ ലവ് യു. ഹായ് വിനീഷ് നമസ്കാരം. ஹாஸ்பிட்டல் போங்க அனிதா, அப்போதான் சரியாகும். ஆமாம் ஆமாம். What for you? No found beautiful. No found. பார்க்க போறேன். ആരും ശരിയാകുമെന്നാണ് പറഞ്ഞത്.
ചിക്കൻ ബിരിയാണി ഉണ്ടാക്കുന്നത് ലൈവ് ഇടും, ഞങ്ങള് ഒന്ന് കാണട്ടെ. നിങ്ങൾ പറഞ്ഞു തരുവാണെങ്കിൽ ഞാനിടാം. കുളമായി കഴിഞ്ഞു പറഞ്ഞാൽ ഞാനും കുട്ടികളും മാത്രമേ, ഞങ്ങൾ 4 പേരെ കാണുള്ളൂ, 5 പേര്. പക്ഷെ ഇത് ലോകം മുഴുവനും കാണും. ഇതൊക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല, സമയം എടുക്കും. ഞാൻ എല്ലാം റെഡിയാക്കിയിട്ട് നോക്കാം. ഐ വിൽ ട്രൈ ചെയ്യട്ടാ. എന്തൊരു സ്റ്റിക്ക് വേറെ പോടം ചിരിച്ചാ ഞാൻ മോളെ. എന്റെ ജോലി കഴിയുമ്പോൾ ഞാനും മോളെ നോക്കി ലൈവിലുണ്ടായിരുന്നു. ആണല്ലേ ചേട്ടാ? 2 ലൈൻസ്. പഴയ ഞാൻ കേരളത്തിൽ തന്നെ. നമ്മൾ എവിടെ പോകാൻ? അപ്പൊ ആരും എന്ത് പറഞ്ഞത് ഇവിടെ അല്ലെന്ന്? എനിക്ക് കാണണ്ട. ബിനീഷ് ബ്രോ സാപ്പിട്ടീங்களா? മാലൈ വണക്കം പളനിസ്വാമി. എനിക്ക് സുഖമില്ല. സുഖം എന്ന് പറഞ്ഞത് ലൈവ് തിങ്ക് ഓക്കെ എന്ന് പറഞ്ഞത്. അനിക്കുട്ടി, നമ്മുടെ മണിച്ചേട്ടന്റെ അനിയന്റെ കാര്യത്തിൽ എന്താണ് അനിക്കുട്ടിയുടെ നിലപാട്? എന്താണ്? എനിക്കറിയില്ല കേട്ടോ. അശ്വൻ, സലാം ഗഫൂർ ചേട്ടാ. ഫ്രീ ഹെയർ ഇട്ടുന്നു അഴകാ ഇருக்கு. ഫ്രീ ഹെയറാ? ഇതാണ് കൊഞ്ചം നല്ല ഇരിക്കുങ്ങ. ഹാപ്പി ഞായറാഴ്ച. ഭക്ഷണം കഴിച്ചോ അനിമോളെ? എന്താണ് സ്പെഷ്യല്? വൈകുന്നേരത്തെ ചിക്കൻ ബിരിയാണി ആയിരിക്കും. ആയിരിക്കുന്നല്ല, ആണ്. ഇപ്പൊ വന്നിട്ട് തൈച്ചോറ. കോയി ഗഫൂർട്ടാ. എനിക്ക് സുഖമില്ല ഗഫൂർ ചേട്ടാ. ഞണ്ട് തൊണ്ടയ്ക്ക് എന്ത് പറ്റി? അതന്നെ ഇപ്പൊ ജലദോഷമൊക്കെ പിടിച്ചില്ല, അതിന്റെ ഒരു ഇപ്പൊ ശരിയായിട്ടോ. 2 ഇത് കഴിച്ചു. എന്ത് കുരുമുളക് ഉണ്ടല്ലോ, അത് 2 വായിലിട്ടു. അപ്പൊ ശരിയായി. നമ്മളോട് മുണ്ടൂർ കുമ്മാട്ടി ഏപ്രിൽ 11 കേട്ടോ. വരുമെങ്കിൽ കാണാം. ഓക്കെ. എല്ലാ ആഴ്ച ബിനീഷ് ബ്രോ ഇജ് നമ്മുടെ കേരളത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അറിയില്ല. തമിഴ്നാട്ടിൽ നടക്കുന്ന കാര്യങ്ങളും അറിയില്ല. ഈ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ മാത്രമേ അറിയുള്ളൂ. പിന്നെ ഈ ലൈവ് കമന്റ്, പിന്നെ റീൽസ്, പാട്ടുകൾ. എന്റെ കാര്യം ഞാൻ പറഞ്ഞു. എനിക്കൊന്നും അറിയില്ല, സത്യം പറയാം. അതെ, എനിക്ക് പ്രഷർ കുറയുന്നു. റെഡ് കളർ സാരി സൂപ്പർ. താങ്ക് യു പളനിസ്വാമി. ലൈക്ക് യുവർ ടുഡേസ് റീൽസ് ബട്ട് ഡാൻസ് സ്റ്റെപ്പ് മിസ്സിംഗ്. ഹസന് എന്താണ് ജോലി? എത്ര കുട്ടികളുണ്ട്? ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 3 കുട്ടികളുണ്ട് മോഹനേട്ടാ. ഒരാൾ 6ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ 2ാം ക്ലാസ് പഠിക്കുന്നു, ഒരാൾ ചെറിയ കുട്ടിയാണ്, 3 വയസ്സായി. മണി എങ്ങനെ ചോദിച്ചല്ലേ എന്തു പറ്റിയെന്ന്? താങ്ക്സ് മണി. തമിഴ് സോങ് പ്ലീസ് അക്ക. இந்த கலர் ரெட் பிங்க் பா. പിങ്ക് சொல்ல முடியாது. പിങ്ക് പോടെ പോയി ചാച്ചറന്ന്. ഇത് കുട്ടികളുടെ ലൈനില്ല. പോ, നീ അവനെ ശരിയാക്കുമ്പോഴേക്ക് ഇവൻ വന്ന് കയറിയിരിക്കണം. പോ. ഇത് ശരിയല്ലടാ കുട്ടി. അതാ എന്താ ഏട്ടാ പറയണത്? നീ സാരിയിലാണോ? അടിപൊളി, സൂപ്പർ. കഴിച്ചോടിയാ? കഴിച്ചു ഏട്ടാ, കഴിച്ചു. അതെന്താ ശരിയാവാത്തത് ഏട്ടാ? എനിക്ക് അറിയില്ല ഏട്ടാ. നമുക്ക് അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാലേ ശരിയാവില്ല ഏട്ടാ. ഇല്ലെങ്കിലേ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കാം. നല്ല സുഹൃത്തുക്കളുണ്ട്, സംസാരിക്കുക, അത്ര തന്നെ. അല്ലാതെ ലോകത്തിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാനുള്ള ക്വാളിഫിക്കേഷൻസിന് എന്താണ് ജോലി? എത്ര കുട്ടികളുണ്ട്? വായിച്ചു. എത്ര കുട്ടികളുണ്ട് പറഞ്ഞു. ഹസിന് എന്താണ് ജോലി? ഇപ്പം ഉണ്ട്, അത്യാവശ്യം സർവീസ് അങ്ങനെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്നു. മോഹൻ ആധാർ കാർഡ് എടുക്കാനാണോ? സുന്ദർ എന്നാച്ചോ? ബിനീഷ് ബ്രോ சொல்லுங்க. ഹോസ്പിറ്റൽ പോണീங்களா? ലവ് യു. മുണ്ടൂരിൽ ചൂട് കൂടിയിരിക്കുകയാണ് അവിടെ. അതെല്ലേ?
ഇയാളാണോ കരഞ്ഞതടാ? ആര്? സരി സൂപ്പർ. എന്നോട് മറുപടി ഒന്നും പറയുന്നില്ല. ആരാണ് ചോദിച്ചത്? എന്താ മറുപടി ചോദിച്ചത്? ഞാനൊന്നും കണ്ടില്ല. പ്രിയ സാരി സൂപ്പർ. താങ്ക് യു ഏട്ടാ, താങ്ക് യു. മണി കണ്ട ചേച്ചി ലൈവ് അന്നമ്മ ഒരു കാര്യം ശ്രദ്ധിക്കണം. ഞങ്ങൾ 6 ഫ്രണ്ട്സും ചങ്കുകളാണ്. ഒരു കാര്യം ചോദിക്കുമ്പോൾ 6 പേരോട് കൂടി ചോദിക്കണം, എന്നാലേ ആർക്കും പിണക്കം ഉണ്ടാകില്ല. ഇപ്പോൾ തന്നെ ജയേട്ടനോട് മാത്രം ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിച്ചു. അതാ എല്ലാവരും ഭക്ഷണം കഴിച്ചോന്ന് ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഉണ്ടാകില്ല. ഭക്ഷണം കഴിച്ചോ ചോദിച്ചു. അങ്ങനെ ചോദിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വിഷമമാകും. മനസ്സിലായോ പക്ഷേ? എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ച ചേട്ടന്മാരെ, ലൈവിലിരിക്കുന്ന എൻ്റെ ഫ്രണ്ട്സുമാരെ, എല്ലാവരും ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഞായറാഴ്ച എന്താണ് സ്പെഷ്യൽ, എന്താണ് പറയും? എല്ലാം അറിഞ്ഞിരിക്കുന്നുണ്ട്. അജ് നിങ്ങൾ ഏട്ടൻ പറഞ്ഞു തരും, എനിക്ക് ഏട്ടൻ പറഞ്ഞു തരും, ഞാൻ മനസ്സിലാക്കാം. ഞാൻ ചങ്കല്ലേ, പിന്നെന്താണ്? പിന്നെ അതിലെന്താണ് മാറ്റം? ചങ്ക് തന്നെ. മുത്തുമണി മാല, മുത്തുമണി മാല എന്നെ തൊട്ട് തൊട്ട് താലാട്ട്, കത്തിലെ സേല എന്നെ വിട്ട് വിട്ട് ഉള്ളത്തിലെ. ഞായറാഴ്ചയായിട്ട് അമ്പലത്തിൽ പോയി കൂടെ? അടുത്ത ഏത് അമ്പലം? നമ്മുടെ അയ്യപ്പ ക്ഷേത്രം ഉണ്ട്. അപ്പടിയെല്ലാം ഇരിക്കുന്നത് ബിനീഷ് ബ്രോ, അപ്പടിയെല്ലാം ഇരിക്കുന്നത്. വീണ്ടും ഗഫൂറട്ടൻ ടാറ്റ. അവിടെ ചൂട് എങ്ങനെയുണ്ട്? ചൂട് നോക്കട്ടെ, കാലാവസ്ഥ നമുക്ക് നോക്കാം. ഏളെ പാക്ക 36 കുനിയമുത്തൂര് 36 ഡിഗ്രി ഉണ്ട്. 6 ഫ്രണ്ട്സിൽ ഞാനില്ലേ രാധേട്ടാ? 6ാമത്തെ ആണല്ലോ, 6ാം തമ്പുരാനാണല്ലോ ബിനീഷ് എന്ന് പറയുന്ന ഫ്രണ്ട്സ്. 6ാം തമ്പുരാന്ന് പേര് വെച്ചിട്ട് 6 ഫ്രണ്ട്സ്. അപ്പൊ ഞാനില്ലേ ചോദിക്കുന്നത്? ഇപ്പോൾ എല്ലാവർക്കും സമാധാനമായില്ലേ? ഞാൻ ചോറ് കഴിച്ചോ? കറി പച്ചക്കറി ആയിരുന്നു. ആണല്ലേ? ഇവിടെ തൈച്ചോറാണ്. രാജ് എന്നാച്ച്? സിംഗ് യുവർ മോസ്റ്റ് ഫേവറേറ്റ് സോങ് റിക്വസ്റ്റ്. അയ്യോ, അങ്ങനെ പളനിസ്വാമി ഗുഡ് സോങ്. ബ്രോ ഓൺ ആർമിയ ആരൊക്കെ ഉണ്ടെന്ന് അറിയാം ജയേട്ടാ, വെറുതെ തള്ളാതെ. ഞാനും സൈഡ, ഞാനും എന്താ പറയണേ? സൈഡൊന്നുമല്ല, ചങ്കിൻ്റെ അല്ലേ? ഞാനും ചങ്കിൻ്റെ ഒരു സൈഡാണ്. സൈഡൊന്നുമല്ല, നമ്മളൊപ്പമാണ്. നമ്മൾ എല്ലാവരും ഒപ്പമാണ്. பார்த்த சேதி சொல்ல போற നെറ്റിയിലെ കുങ്കുമത്തെ വച്ച് തലവാരിയാ. എനിക്കും ആരും വേണ്ട. ഞാൻ ഒറ്റയ്ക്കാണ് പോകുന്നതും വരുന്നതും. ആഹാ, വീട്ടിൽ നടന്ന കാര്യങ്ങൾ തന്നെ അറിയുന്നില്ല. പിന്നെയാ മണിമാരൻ എപ്പിടി ഇരിക്കുക? അതാരാണ് അങ്ങനെ? JP ഏട്ടൻ എന്തോ പറയുന്നത്. അമ്മ ആമാപ്പാ ജംഗവിലോ ഒന്ന് അതെ അറിയാം ജയേട്ടാ. ഒരിക്കലും അങ്ങനെ പറയരുത്.
ഈ ലൈവിൽ ആരൊക്കെ വന്നു പോയാലും നമ്മൾ 6 പേരും ഒറ്റക്കെട്ടാണ്. ഞാൻ അങ്ങനെയാണ് വിചാരിക്കുന്നത്. എവിടെ നമ്മുടെ സാജൻ ഏട്ടനെ കാണുന്നില്ല? അത് മണി, അതെ മണി, ബിനി. അതെന്തായിട്ടാ അങ്ങനെ പറഞ്ഞു ജയേട്ടാ? എനിക്ക് ആരും വേണ്ട, ഞാൻ ഒറ്റയ്ക്ക്. അങ്ങനെയൊന്നും പറയരുത് കേട്ടോ. ഞാൻ എൻ്റെ സ്നേഹം കണ്ട് ഞാൻ ഒന്നും പറയണ്ട. എന്തൊരു സ്നേഹമാണ് എല്ലാവർക്കും അല്ലേ? ഗുഡ് ബിനീഷ് ബ്രോ, നിങ്ങൾക്ക് ഒരു 4 days വരെ ഭൂപതി പല്ലസ്വാമി. നോൺ വെജ് ആണോ? இப்பதான் எடுக்க போறீங்களா? മുടി വളർന്നല്ലോ എന്നാ തോന്നുക, എണ്ണ തേക്കാത്തോണ്ടേ. മോസ്റ്റ്ലി നീഡ് മലയാളം சொல்லியா? ചില തമിഴ് ഫ്രണ്ട്സ്, ഹിന്ദി ഫ്രണ്ട്സ്, തെലുങ്ക് ഫ്രണ്ട്സ്, എല്ലാവരും എൻ്റെ ഫ്രണ്ട്സാണ്. നാഗരാജൻ മുണ്ടൂർ കുമ്മാട്ടിക്ക് വരുമെന്ന് ഉറപ്പുണ്ടോ? ഇല്ല ഏട്ടാ, ഉറപ്പില്ല ഏട്ടാ. നോട്ട് ഗോയിങ് ടു മാർക്കറ്റ് ടുഡേ? ഇല്ല, പോണം ഇനിമേൽ. ഹാപ്പി സൺഡേ. ഞാന് ബാബു, ജയേട്ട. എനിക്കാണ് ആരും ഇല്ലാത്തത്. ജയേട്ടൻ ആളുണ്ട്. വണക്കം കൃഷ്ണമൂർത്തി, വണക്കം. വണക്കന്ന് എനിക്കറിയില്ല. കത്തില പഠിച്ച കുട്ടിനെ അടിപ്പിച്ചോട്ടിന് ഞാൻ എല്ലാം ഓടിച്ചോണ്ട് അവിടുന്ന്. ഹെയർ സ്റ്റൈൽ നന്നായിട്ടുണ്ട് കേട്ടാ. நல்லா இருக்குது, நல்லா இருக்குது. നെറ്റിയില കുങ്കുമത്തെ டோன்ட் வெரி பினீஷ் ப்ரோ, நாங்கள் எல்லாம் இருக்கும் ப்ரோ. ടേക്ക് മെഡിസിൻ ഓൺ കോൾഡ്. കണ്ടിപ്പാ. എൻ്റെ കുട്ടി ഇജിന്ന് വിളിക്കും. 6 പേരും ഗ്രൂപ്പിൽ വിളിച്ചാൽ ഒന്നാണ്, അല്ലെങ്കിൽ കൂട്ടുകാരാണ് എന്ന് പറയുന്നതിൽ ഒരു അർത്ഥവും ഇല്ലടാ കുട്ടി. ഞാൻ വിളിക്കേട്ടാ, ഞാൻ ഫ്രീയാ. ലൈവ് കഴിഞ്ഞതിന് ശേഷം വിളിക്കും. ഹോസ്പിറ്റലിൽ പോണിങ്ങളാ ബിനീഷ് ബ്രോ? സ്കൂൾ അടയ്ക്കാറായില്ലേ? ആയിക്കൊണ്ടിരിക്കുന്നു. എക്സാം തുടങ്ങിയിട്ടില്ല. 6 ഫ്രണ്ടിൽ നിന്നും എന്നെ ഒഴിവാക്കൂ. നിങ്ങളെല്ലാം എന്തൊക്കെ പറയുന്നു, നിങ്ങൾക്ക് തന്നെ എന്തൊക്കെ പറയുന്നു. ഞാനതിലൊന്നും പറയുന്നില്ല. എല്ലാവരും എനിക്ക് സമമാണ്. എനിക്കിതിൽ എല്ലാവരും സമം, ശരി സമമാണ്. എനിക്ക് ആരെയും ഒഴിവാക്കാനും പറ്റില്ല, ഒഴിവാക്കാൻ പറ്റില്ല. എല്ലാവരും വേണം. കുങ്കുമത്തെ ആരെയും ഞാനില്ല ചേട്ടാ. ബിനി ഒഴിവാക്കി. ഞാൻ ഹോസ്പിറ്റലല്ല. അന്നമ്മോ ഇന്ന് 125 രൂപ എൻ്റെ ഹലോ, ഇന്ന് ഒരു 125 രൂപ എൻ്റെ നമ്പറിൽ ഗൂഗിൾ പേ ചെയ്യൂ. ബമ്പർ ലോട്ടറി എടുക്കേണ്ടേ? 1ാം സ്ഥാനം 10 കോടിയാണ് വരുന്നത്. ബുധനാഴ്ചയാണ് നറുക്കെടുപ്പ്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. ഓക്കെ, ഇന്ന് വൈകുന്നേരത്തെ ആഴ്ച. എനിക്ക് ഗൂഗിൾ പേ ഇല്ല. അങ്ങനെയാണോ വേണ്ടത്? അങ്ങനെയാണ് വേണ്ടത്. അതെന്നെ പറയുന്നു കേട്ടോ. അങ്ങനെയൊന്നും പറയല്ലേ, എല്ലാവരും ഒരുപോലെയാണ്. എനിക്കതാ ഞാൻ പറഞ്ഞു, ആരും ഒഴിവാക്കാൻ എനിക്ക് പറ്റില്ല. ഒഴിവാക്കുകയാണെങ്കിൽ മൊത്തം ഈ ഫേസ്ബുക്ക് തന്നെ ഡിലീറ്റ് ചെയ്യുക. ഇല്ലെങ്കിൽ പിന്നെ എല്ലാവരും ഫ്രണ്ട്സായിട്ട് ഏറ്റെടുക്കുക.
ഞാൻ പറയണത് ചങ്ക് ഫ്രണ്ട്സുമാരനെ പറയണത്. ഓക്കെ ഫ്രണ്ട്സേ, ഗഫൂർ ഭായി പാർവതിനെ ടെൻഷൻ ആക്കുന്നത്. അയ്യോ, ഗഫൂർ ഭായി പാവത്തിന് ടെൻഷൻ ആക്കുന്നത്. ഇല്ല ഏട്ടാ, എനിക്ക് ടെൻഷൻ ഇല്ല ഏട്ടാ, എനിക്ക് ടെൻഷൻ ഇല്ല. ഞാൻ കോളേജിലാണ് ജോബ്. സോ നൈസ് 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 നൈസ്. ഓക്കെ എന്നെ കുട്ടി ഞാൻ കോളേജിലാണ്. എന്താണ് நீங்க ஆல்ரெடி சொல்றீங்க ബ്രോ? என்ன சொல்றீங்க? ടെൻഷൻ ഉണ്ടാകില്ല ജയേട്ടാ, ടെൻഷൻ ഉണ്ടാകില്ല ജയേട്ടാ. ഡാ എന്റെ കുട്ടി, ഇജ്ജ് എന്നെ മാത്രം ഏറ്റെടുത്താൽ മതി. അക്കൗണ്ട് നമ്പർ പേ ഓക്കെ தான். அக்கௌண்ட் நம்பர் பே ஓகே தான். எதுக்குங்க? எதுக்கு 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 எதுக்கு? நோ வை മണി പ്ലീസ് യുവർ നമ്പർ. ഞാൻ ഗോയിങ് ടു ചെന്നൈ. ചെന്നൈ ചെന്നൈ ഏനുണ്ടോടി ചന്ദ്രൻ. யாரு கண்டிப்பா சொல்லி கொடுத்துடலாம். എന്റെ കുട്ടി ഇപ്പൊ ഉറങ്ങ്. ബായ്. അനു മീന് കഴിക്കാറില്ലേ? കഴിക്കൂട്ടോ, ഇഷ്ടമാണ് കേട്ടോ, നെയ്മീൻ ഇഷ്ടമാണ്, നെയ്മീൻ ഇഷ്ടമാണ് എനിക്കും അങ്ങനെ. ഗഫൂർ ബായ്. ഫഹീമേട്ടാ സുഖല്ലേ? എന്തോ തമിഴിൽ എഴുതിയിട്ടുണ്ട്, ഞാൻ മലയാളത്തിലൊരു ഫഹീമേട്ട ഉണ്ടായിരുന്നു, കേട്ടാണോ വിചാരിച്ചു. ഓക്കെ, ആ തമിഴിൽ എന്താ എഴുതിയെന്ന് മനസ്സിലാവുന്നില്ല. നെറ്റിയിലെ കുങ്കുമത്തെ ഞാൻ വേഗം ടെൻഷനും ദേഷ്യം വരും. കണ്ണോണ്ടങ്ങനെ നോക്കല്ല പെണ്ണ്, നീ ജീവിക്കല്ലേ. ഗുഡ് ഈവനിങ് സിസ്റ്റർ. ഗുഡ് ഈവനിങ്. യെസ് ഖാൻ. എന്നപ്പാ ജലൻബ്രോ കാണും തെരിയില്ലേ? തെരിയാത് തെരിയാതാ തെരിയാത് എന്ന് പറഞ്ഞ പോലെ തെരിയാത്. ഡാനുക്കുട്ടി, ഇവരൊക്കെ ചുമ്മാ തമാശ പറയുന്നതാണ്. ഓക്കെ ഏട്ടാ, തമാശയാണെങ്കിലും കാര്യമാണെങ്കിലും എനിക്ക് എല്ലാവരും വേണമെന്നാ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ആരെയും തനിയായിട്ട് ഞാൻ ഇതില്ല. ഇപ്പോ വർവിങ് ബിനീഷ് ബ്രോ, എപ്പോ വർവിങ് ബിനീഷ് ബ്രോ? ചേട്ടാ അന്നം ഞാൻ ഏറ്റെടുത്തതാണല്ലേ, പിന്നെ എങ്ങനെ അന്നമ്മ ചേട്ടന്റെ ഏറ്റെടുക്കുക? എനി ഫെസ്റ്റിവൽ ഇൻ ഗുരുവായൂർ ടെമ്പിൾ തൃശ്ശൂർ. അല്ലെ, തൃശ്ശൂർ പൂരം എന്നാണോ പറയുന്നത്? അനു ആരാ സാരി ഇങ്ങനെ ഉടുക്കാൻ പഠിപ്പിച്ചത്? നന്നായിട്ടില്ലേ? ചെറുതായിട്ട് ഒരു എന്തൊക്കെയോ എവിടെയൊക്കെയോ മോശമുണ്ട് അല്ലേ? അത് ഞാൻ ഇരിക്കുന്ന സ്റ്റൈലാണ് കേട്ടോ. ഇതിനെക്കാട്ടി ഇനിയിപ്പോ ശരിക്കും എനിക്ക് ഉടുക്കാനൊന്നും അറിയില്ല, എന്നാലും അഡ്ജസ്റ്റ് ചെയ്ത് ഉടുക്കണമെന്ന് മാത്രം. ജേട്ടാ അതല്ല തീരുമാനിക്കുന്നത്. கோமா இருக்குல்ல, சிரிப்பா இருக்குது. I seen on YouTube. சீனா கண்ணு இது மாதிரி
கண்ணு நல்லா இருக்குது, போய் படுத்துங்க. கண்ணு நல்லா இருக்கு, மூக்கு நல்லா இருக்கு, ஹேர் ஸ்டைல் எல்லாமே நல்லா இருக்கு, போய் படுத்துங்க. போടാ. അത് അവൻ നോക്കിക്കൊള്ളും രാധേട്ടാ, അത് അവൻ നോക്കിക്കൊള്ളും രാധേട്ടാ. ഹായ് ജെറിൻ, വാ വാ മലമ്പുഴയ്ക്ക്. എപ്പോഴാണ്? ബിനീഷ് ബ്രോ, എപ്പോ ചെന്നൈയിൽ വരുവീങ്ക ബ്രോ? ഈ കളർ നല്ലവണ്ണം ചേരുന്നുണ്ട് അല്ലേ രാധേട്ടാ? മുക്കുത്തി ജലദോഷമാണ് കേട്ടോ, ജലദോഷമാണ്. ചേട്ടൻ തമിഴിൽ എഴുതിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ ഹഹീമേട്ടനാണോ, നമ്മൾക്ക് ആദ്യം വരുന്ന ഹഹീമേട്ടനാണോ, ഒരു ബ്ലാക്ക് ഷർട്ട് ഇട്ടിട്ട് ആ ഏട്ടനാണോ നിങ്ങള്? ഹഹീമേട്ട. ഹായ് ജെറിൻ, നമസ്കാരം. എന്തായാലും സാരി പൊളിയ, വളരെ മനോഹരമായിട്ടുണ്ട്. ആണോ ചേച്ചി? ഏട്ടാ താങ്ക് യു ഏട്ടാ. എനിക്ക് നാണം വരുന്നു കേട്ടോ. സാരിയാണ് നല്ല ഭംഗിയില്ലേ? സ്കൂൾ പൂട്ടിയാൽ മലമ്പുഴയ്ക്ക് വരുന്നുണ്ടോ എന്നാ ചോദിച്ചത്. ആ വരാട്ടാ, കോൾ മീ. ഓക്കെ മണി, നീ ഊണ് കഴിച്ചോടാ? ബിനോയ് ഏട്ടാ ഞാൻ കഴിച്ചു ഏട്ടാ. ഏട്ടൻ കഴിച്ചേട്ടാ? അലങ്കാരൻ മുക്കുത്തി പാട്ടറിയില്ല. നെറ്റിയിലെ കുങ്കുമത്തെ വച്ച് കറവാറിയ മുക്കുത്തി. എന്തൊക്കെ ഉണ്ട് ചെന്നൈയിൽ? അവിടെ ആണ് താമസം. ഓക്കെ വിളിച്ചോ. ഈ കാതലക്കും മറ്റുമില്ലയാ, മൂന്നുമോളോ മല്ലികപ്പൂ എന്നെ മുട്ട ചൊല്ലി കൂട്ടുന്നതാ, മുട്ടക്കണ്ണ് മല്ലികപ്പൂ എന്നെ മുട്ട ചൊല്ലി കൂട്ടുന്നതാ. നീ കാതലക്കും മറ്റുമില്ലയാ, കട്ടിലക്കും കെട്ടിക്കാരണ്ടാ, சொலக்கெடுக்க சொல்லிത്തരയാ എങ്കിട്ട. അതിന് കൊട്ടേക്കാട് വന്നിട്ട് വേണം ഒന്ന് വന്ന് കാണാൻ. ശരി ഏട്ടാ വരാം. മാച്ചിങ് ടു യുവർ ഫേസ്. താങ്ക് യു രാജ്. ഓൾഡ്. യെസ്. തമിഴ് അറിയാമോ? വായിക്കാൻ അറിയില്ല, പറയാനറിയും. ഡാനിക്കുട്ടിയോട് മാത്രമേ ഇനി മിണ്ടൂ, ബാക്കിയെല്ലാം നിർത്തി. ഡാനിക്കുട്ടിയോട് മാത്രമേ ഇനി മിണ്ടൂ, ബാക്കിയെല്ലാം നിർത്തി. അങ്ങനൊന്നും പറയല്ലേ ഏട്ടാ. എനിക്കിഷ്ടപ്പെട്ട പാട്ടാണ്. ഏതാണ്? ഇപ്പൊ പാടിയതാണോ? എന്താണ് സഹോദരി? ഞാൻ ചോദിച്ചതിന് മറുപടി തന്നില്ല, ചുമ്മാ പറയുകയാണ്. വലിയ സാധനമായിട്ട് കണ്ടോണ്ടിരിക്കുന്നത്. ഞാൻ ചോദിച്ചു പള്ളിയിൽ പോയേട്ടാ, ഫുഡൊക്കെ കഴിച്ചോ? ഞാൻ ചോദിച്ചു അന്വേഷിച്ചിരുന്നു, എവിടെ കാണാനില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. എനിക്ക് ആരുമില്ല, ரொம்ப ടെൻഷനാണ്. സോറി മണി. സെന്തിൽ കുമാർ. കുരുമുളക് കഴിച്ചപ്പോൾ വയറ് വിശക്കണം പോലുണ്ട്. എല്ലാവർക്കും കുശുമ്പാണ്. കുശുമ്പു അല്ലേ? കുശുമ്പാണ് ഡാനുക്കുട്ടി. വെയിറ്റ് ഫിനിഷ് ബ്രോ. കോട്ടയക്കാട് വീട്ടിൽ പോയി. പിന്നെന്താ ഞായറാഴ്ച വിശേഷം? പോയോ? ഇല്ല, പോയിട്ടില്ല സുഭാഷ് ഏട്ടാ. പോണം. പോയിട്ടില്ല, കോട്ടയക്കാട് വീട്ടിൽ പോയില്ല. അപ്പൊ എല്ലാരും ഞായറാഴ്ചയായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നോൺ വെജ് ഒക്കെ കഴിച്ചിട്ട് ഇരിക്കുകയാണ്. ഞാനും ഇനി വീട്ടിലേക്ക് കുറച്ച് പണികളുണ്ട്. ഇതൊക്കെ എടുത്ത് വെക്കണം, തുണി ഒന്ന് മടിച്ച് വെക്കണം. പിന്നെ തുടങ്ങല്ലേ ആദ്യത്തെ തൊട്ടിട്ട്. എന്നാൽ ഇജ്ജ് വേഗം കഴിക്കടാ അനുക്കുട്ടി.
കുരുമുളക് കഴിച്ചാൽ വിശക്കുന്നു. മുടിയില് ഏതെണ്ണയാണ് തേക്കുന്നത്? മുടി കൊഴിഞ്ഞു പോയാ. മുടിയിൽ എണ്ണയൊന്നും തേക്കുന്നതേ ഇല്ല, മുടിയെ കെയർ ചെയ്യുന്നില്ല. അതാണ് സത്യം. ഞായറാഴ്ച സുന്ദരി കുട്ടിയായിരുന്നല്ലേ? ഇല്ല അതല്ലേ സുഭാഷ് ചേട്ടാ? അവിടെ അമ്മ ഒറ്റയ്ക്കല്ല, അപ്പോൾ ഇടയ്ക്കൊന്നും പോകണ്ടേ? അതെ ശരിയാട്ടാ, ചേട്ടാ പറയുന്നത് ശരിയാണ്. ഇന്നലെ രാത്രി ലൈവ് കഴിയുമ്പോൾ 11 മണി ആയില്ലേ? അതെ ഏട്ടാ. ഹായ് ഏട്ടാ. ഹായ് സാജൻ ചേട്ടാ, നമസ്കാരം. ടാറ്റ പറയുന്നു. ഓക്കെ. അമ്മയ്ക്ക് അനു അല്ലാതെ വേറെ ആരോ ഉള്ളത്? ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ. ജെപ്പിയുടെ ഞാൻ മാത്രമേ ഉള്ളൂ. രമേശ്. അമ്മയോട് പോലും സംസാരിക്കാനുള്ള സമയമില്ല. എന്താ ചെയ്യാ? അയ്യോ ഒന്നും പറയണ്ട. நீங்க சொன்ன 6 ஃப்ரெண்ட்ஸ் யாரு சொல்லுங்க? எல்லாம் 6 ஃப்ரெண்ட்ஸ் இல்லை. என்னை சம்மந்திச்சிடത്തോളം இதில் எல்லாருமே என்னோட ஃப்ரெண்ட்ஸு தான். சரிங்களா? அப்படி தனியாக எல்லாம் எனக்கு சொல்ல முடியாது. எல்லாருமே என்னோட ഫ്രണ്ട്സ് தான். എൻ്റെ മെസ്സേജ് മേലെ. ഞാൻ ഇപ്പോൾ വീട്ടിൽ വന്നതേ ഉള്ളൂ. ഇലക്ഷൻ തിരക്കിൽ ആകും വൈകാതെ. എസ് ബ്രോ. എന്നാൽ ഇനിയും ജയേട്ടൻ മാത്രം മതിയല്ലോ ലൈവിൽ. നീ കാതലക്കും നട്ടുമില്ലയാ. അമ്മയ്ക്ക് ഉള്ളത് വേറെ ഒന്നും കാണുന്നില്ല. എന്റെ മെസ്സേജ് എവിടെ പോയി? രാധേട്ടാ കാണുന്നില്ലല്ലോ. രാധേട്ടന്റെ മെസ്സേജ്. ഇനി രാത്രി ലൈവിൽ ഞാൻ 10:30 മണി വരെ ഉണ്ടാകുകയുള്ളൂ. അതിൽ കൂടുതൽ ഇരുന്ന് ഉറക്കം ശരിയാകുന്നില്ല. ഇനി പിണങ്ങി പോയതാണെന്ന് പറയരുത്, ഇപ്പോൾ തന്നെ പറഞ്ഞു വെക്കുന്നു എന്ന് മാത്രം. നല്ലതാണ് കേട്ടാ, മരുന്നൊക്കെ കഴിക്കുന്നതാണ്. സുഖമില്ലായൊക്കെ ഉണ്ടാവും. ഒന്നും കുഴപ്പമില്ല, നല്ലൊരു തീരുമാനമാണ്. കൈ മടങ്ങി. അമ്മയെ കാണാതെ കുറെ ആയില്ലേ? അതേട്ടാ കുറെ ആയി. ഫേസ്ബുക്ക് കാശ് തരുമ്പോൾ അമ്മയ്ക്ക് കുറച്ച് കൊടുക്കൂ, അമ്മയ്ക്ക് സന്തോഷമാകട്ടെ. കേട്ടാ, ഞാൻ കൊടുത്തോണ്ട് വന്നാണ്. ഇപ്പൊ ഈ 2-3 മാസമായിട്ട് കൊടുക്കാതെന്നാണ്. അല്ലെങ്കിൽ 2000 രൂപ ഞാൻ അയച്ചു കൊടുക്കുന്നതാണ്. ഇപ്പൊ ഒരു 2-3 മാസമായിട്ട് ഞാൻ കൊടുക്കുന്നില്ല. ഇവിടെയും ഭയങ്കര ടൈറ്റാണ് കേട്ടോ. അത് കാരണം ഞാൻ കൊടുക്കില്ല. അതിനെനിക്കുണ്ട്, എൻ്റെ മനസ്സിലുണ്ട് വിഷമം. 34 മുമ്പേ. പറയട്ടെ ചേട്ടാ, ഞാൻ പറയാം. എന്താണ് ഞങ്ങൾ പറയുന്നത് ഒന്നും മറുപടി തരാത്തത്? ജയേട്ടാ ഞാൻ മറുപടി പറഞ്ഞോണ്ടിരിക്കല്ലേ. ഏട്ടാ ഒന്നും അയച്ചിട്ടില്ല. പ്രഭാകരൻ ഏട്ടാ പറയണ്ട. എന്തോ തമിഴ് എഴുതിയിരിക്കുന്നു. അമ്മയ്ക്ക് അനിത മട്ടുണ്ട. കാറ് റിവേഴ്സിങ്. ഓക്കെ, അപ്പം ഞാൻ വല്ല പോട്ടെ. വൈകുന്നേരത്ത് കാണാം. റീൽസ് ചെയ്തു, പക്ഷെ എനിക്കിപ്പോൾ ഈ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് ചെയ്തത് ഇതിലേക്ക് വരുമ്പോൾ എന്താണെന്നറിയില്ല. വാച്ച് കാണുന്നില്ല. കാണുന്നുണ്ടോ എന്തോ അറിയില്ല കേട്ടോ. ആരെ സ്റ്റാർ ഇട്ടത്? ദീപക്. താങ്ക് യു ദീപക്, സ്റ്റാർ സപ്പോർട്ട്. താങ്ക് യു സോ മച്ച് മൈ ഡിയർ ഫ്രണ്ട്. എന്നാൽ ശരി. കാറ്റു വന്നു കള്ളനെ പോലെ, രാത്രി വരില്ലേ? വരുമല്ലോ. കാറ്റു ടൈം വിത്ത് ബ്രെഡ്. ഇന്നില്ല, ബ്ലാക്ക് ടീ മാത്രമേ ഉള്ളൂ. ബ്രെഡ് ഇല്ല, തീർന്നു. ഇവിടെ ബ്രെഡ് വാങ്ങണമെങ്കിലേ ഒരാള് പകുതി മുക്കാല് കഴിക്കും, ഇരുന്ന് മുക്കി കഴിക്കും. പിന്നെ 3 എണ്ണം വാങ്ങിക്കണം. 2 ദിവസത്തിനുണ്ടാവും 3 എണ്ണം വാങ്ങിച്ച. 3 പാക്കറ്റ് തന്നെ 30, 60, 90 രൂപ. 3 പാക്കറ്റ് ബ്രെഡ്. നല്ല ബ്രെഡാണ് കേട്ടോ, വീറ്റ്.
ട്രൈ ലെമൺ ടീ ചൂടെ. ഓക്കെ. ലെമണും ഇല്ല, വല്ലാത്ത ജാതി. ലെമൺ പുഴിയണം അതിലല്ലേ ബ്ലാക്ക് ടീയില്. നീ എന്താണ് കാട്ടുന്നത്? നോക്ക്, ഇവിടെയൊക്കെ വെള്ളമാക്കി വെച്ച് നിൽക്കും. സ്റ്റിക്ക് എടുത്ത് നോക്ക്. രാത്രി വരില്ലേ? വരും ഏട്ടാ, കമൽ PGM ഏട്ടാ വരും വരും. പോകുമല്ലേ? പോവുകയാണ് ചെയ്യേട്ടാ, ഞാൻ പോകുന്നു. ജീവരാജ. അപ്പൊ ശരിയെന്നാ, ഞാൻ പോകുന്നു. പിന്നെയും കാണാം. വൈകുന്നേരത്ത് കാണാം കേട്ടോ ഫ്രണ്ട്സ്. ബിരിയാണിയൊക്കെ കഴിച്ച് ഉഷാറായിട്ട് വരാം. ഓക്കെ ബാ, എനിക്ക് ഡ്യൂട്ടിക്ക് സമയം ആയി. ബൈ. അപ്പൊ ശരി എന്നാ ഫ്രണ്ട്സ്, ഞാൻ പോകുന്നു. നമുക്ക് വൈകുന്നേരത്ത് കാണാം ഫ്രണ്ട്സ്. ടാറ്റാ.